മരണത്തിന്റെ മാലാക വന്ന് അവന്റെ റൂഹിനെ പിടിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തു ഫുർഖാനിൽ പറഞ്ഞത് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് എന്നാണ്. ദുനിയാവിലെല്ലാം അല്ലാഹ് നൽകിയിട്ടുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും നൽകി പടച്ചറബ്. സമയം, ആരോഗ്യം, സമ്പത്ത്, നമുക്ക് വേണ്ടതൊക്കെയും പടച്ചറബ് നമുക്ക് നൽകി. അതൊന്നും റബ്ബിന്റെ ഇഷ്ടങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ ചിലവഴിക്കാൻ കഴിയാതെ പോയൊരു മനുഷ്യൻ അവസാനത്തിൽ റബ്ബിനോട് പറഞ്ഞു നോക്കുന്ന ഒരു വർത്തമാനമാണ് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. 10-60 കൊല്ലക്കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യം മരിക്കുന്ന സമയത്ത് അള്ളാഹിനോട് പറയാ, പടച്ചോനെ കുറച്ച് സമയം ഒന്ന് നീട്ടിത്തരുമോ, വളരെ കുറച്ച് സമയം മതി, കുറച്ച് സമയം ഒന്ന് നീട്ടിത്തരുമോ എന്ന്. റഹ്മാനായ റബ്ബേ, ഞാൻ നന്മ ചെയ്തോളാം റബ്ബേ, ഒരു മുഅ്മിനായി ജീവിച്ചോളാം റബ്ബേ, സ്വതക്കകൾ ധാരാളം ചെയ്തോളാം റബ്ബേ, കുറച്ച് സമയം എനിക്കൊന്ന് നീട്ടിത്തരണേന്ന്. പക്ഷെ അള്ളാഹു പറയണു വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഇത്രയും കാലം ഈ ദുനിയാവിൽ ജീവിച്ച് ചെയ്യാത്തതൊന്നും ഇനി ചെയ്യണ്ട. അള്ളാന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ഈ ദുനിയാവിൽ ജീവിച്ച കാലം ഇത്രയും നീ ഒന്ന് പരിശോധിച്ച് നോക്കുക. അത്രയും കാലം നീ ചെയ്യാത്തതൊന്നും ഇനി അങ്ങ് ചെയ്യണ്ട എന്ന് പടച്ചറബ് പറയണു വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു സെക്കൻഡ് സമയം പോലും പടച്ചറബ് നമുക്ക് ആർക്കും നീട്ടിത്തരില്ലാന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു അവസ്ഥ വരുന്നതിന് മുൻപ് പരമാവധി ജീവിതത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം പരലോകാണല്ലോ. ഈ ദുനിയാവിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. അതിനു വേണ്ടിയാണല്ലോ ദുനിയാവിൽ നമ്മൾ പണിയെടുക്കേണ്ടത്. അള്ളാഹു പരലോകത്തെക്കുറിച്ച് പറയുന്ന നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ആയത്തുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അള്ളാഹു പറയാണ് എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും. അതിൽ യാതൊരു സംശയവും ഒരാൾക്കും ഇല്ല. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാ ദേഹങ്ങളും മരിക്കുന്നു പറയും. പക്ഷെ അത് എപ്പോഴാണ്, എങ്ങനെയാണെന്നുള്ള കാര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാതൊരു അറിവുമില്ലാത്ത കാര്യമാണ്. ഒരറിവുമില്ല ആ കാര്യത്തില്. മാത്രമല്ല അതിനുശേഷം അള്ളാഹു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വിശ്വാസികൾക്കല്ല, അതല്ലാത്ത മനുഷ്യന്മാർക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിനുശേഷം ഒരു പരലോകമുണ്ടോ, ഒരു സ്വർഗമുണ്ടോ, ഒരു നരകമുണ്ടോ? സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞിടത്ത് സ്വർഗത്തിലെ അരുവികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു അരുവി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് എന്തൊരു ബോറാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ നാസ്തികതയുമായി നടക്കുന്ന ആളുകൾ. അങ്ങനെ ഒരു പരലോകമല്ല, ഈ ദുനിയാവിനപ്പുറത്ത് അങ്ങനെ ഒരു ജീവിതമല്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയണു ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. അള്ളാഹു പറയണു ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങൾ ഈ ദുനിയാവിൽ ചെയ്തു വെച്ച സകലമാന പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്നിട്ട് പറയുന്നു വമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന. ആ ദിവസം ആരാണോ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിന്റെ ആഡംബരങ്ങളിലേക്ക്, സ്വർഗത്തിന്റെ സുഖാനുഭൂതികളിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഫഖദ് ഫാസ്, അവനാണ് വിജയി എന്നാണ്. ഈ ദുനിയാവിനപ്പുറത്തുള്ള പരലോകത്തിന്റെ സ്വർഗ കവാടത്തിലൂടെ ആ ആഡംബരത്തിലേക്ക്, സ്വർഗത്തിന്റെ അനുഭൂതികളിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയമെന്ന് അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അതിന്റെ അവസാനത്തിൽ ഒരു മുന്നറിയിപ്പ് കൂടെ നൽകുന്നു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ സമ്പത്തായി, മക്കളായി, നിങ്ങളുടെ അനുഗ്രഹങ്ങളായി, നിങ്ങൾക്ക് ഈ ദുനിയാവിലെ താല്പര്യങ്ങളോടുകൂടെ നിങ്ങൾ കാണുന്ന പലതുമുണ്ടല്ലോ, അതെല്ലാം വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അള്ളാഹുവിനെ മറന്ന് ഈ ദുനിയാവിനോട് ഇഷ്ടം തോന്നാൻ കാരണമായ കാര്യങ്ങളൊക്കെയും നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദുനിയാവിനപ്പുറത്തുള്ള പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന്റെ അളവ് എവിടെയെന്നുള്ളതാണ്. അള്ളാന്റെ പരലോകത്ത് ജയിക്കാൻ ആദ്യം നിങ്ങൾ പരിശോധിക്കേണ്ടത് വിശ്വാസത്തിന്റെ അളവ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് പറയാം, തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതിനു ശേഷം ഇന്നേ വരെ ഒരു ഖബറിന്റെ അടുത്ത് പോയിട്ട് പച്ചപുതക്കേണ്ടി വന്നിട്ടില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതിനു ശേഷം ഒരു തങ്ങളുടെയും ഒരു ഔലിയയുടെയും അടുത്ത് പോയി എനിക്ക് പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല. ഒരു ബീവിയും മന്ത്രിച്ചു തന്ന ചരട് എനിക്ക് എന്റെ കയ്യിലോ എന്റെ കാലിലോ എന്റെ അരയിലോ എനിക്ക് കെട്ടേണ്ടി വന്നിട്ടില്ല. തൗഹീദിന്റെ കാര്യത്തിൽ അൽഹംദുലില്ലാഹ് നമ്മളെ സംബന്ധിച്ചിടത്തോളം
കൃത്യമായ ഒരു ദിശയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പക്ഷേ വിശ്വാസത്തിന്റെ അളവിന്റെ കാര്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം അളക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ അതിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ കാണും. നമ്മുടെയൊക്കെ വിശ്വാസത്തിലെ വലിയ ഏറ്റക്കുറച്ചിലുകൾ കാണും. ആ വിശ്വാസത്തെയാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരലോകത്ത് വിജയം സാധ്യമാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ഒരു കഥ, ആ ഉദാഹരണം, ആ ഒരു കാര്യം, വിശ്വാസത്തിന്റെ അളവ് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഒരു കഥ പറയാം. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണത്. ഒരു മനുഷ്യൻ ഒരു കൊടുമുടി കയറാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു, അതിന്റെ സാമഗ്രികളൊക്കെ തയ്യാറാക്കി വെച്ചു. ഒരു കൊടുമുടി കയറാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ അയാൾ രാവിലെ മുതൽ കയറി ഒരുപാട് ദൂരം കയറിയപ്പോഴാണ് സന്ധ്യാസമയമായത്. അപ്പൊ അയാൾക്ക് തോന്നി ഇനി ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല, മുകളിലെത്താൻ കഴിയില്ല, ഇനി തിരിച്ചിറങ്ങാം, മറ്റൊരു സമയത്ത് ഇതിനെ ശ്രമിക്കാം എന്ന് വിചാരിച്ച് അയാൾ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങാണ്. കഥയാണ്, കഥയിൽ ചോദ്യമില്ല. അങ്ങനെ അയാൾ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഒരുപാട് ദൂരം താഴോട്ട് ഇറങ്ങിയപ്പോഴും താഴേക്ക് എത്തുന്നില്ല അയാള്. അങ്ങനെ അയാള് അവസാനം ക്ഷീണിച്ച് റബ്ബിനോട്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാൻ വല്ലാതെ ഒരു പ്രയാസത്തിലാണ്, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അതാ പറഞ്ഞത്, ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോ കഥയിൽ ചോദ്യമല്ല എന്നുള്ളത്. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അയാളോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം അയാളോട് പറഞ്ഞു, ആയിക്കോട്ടെ, നീ നിന്റെ 2 കൈകളും വിട്ടുകളാന്ന് പറഞ്ഞു. അയാൾ ഒരു കയറിൽ തൂങ്ങിയാണ് താഴോട്ട് ഇറങ്ങുന്നത്. ദൈവം പറഞ്ഞു, നീ നിന്റെ 2 കൈയും വിട്ടുകളാ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ദൈവം അപ്രത്യക്ഷമായി. പറഞ്ഞത് ദൈവമാണെന്നുണ്ടെങ്കിലും ഇറങ്ങുന്ന ആ വഴിക്ക് ആ കയറ് 2 വിടാൻ ഒരു മനുഷ്യൻ തയ്യാറാവുമോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണത്. റഹ്മാനായ റബ്ബ് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് വിഷയങ്ങൾ നമ്മളുമായി സംവദിച്ചു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. നേരത്തെ പറഞ്ഞ ആ കയറിൽ പിടിച്ചു നിൽക്കുന്ന ആ മനുഷ്യനെ പോലെ റഹ്മാനായ റബ്ബന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കയറിന്റെ പിടിവിടാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമെന്നുള്ളതാണ്. ശരിക്കും റബ്ബ് പറഞ്ഞത് എന്താ? ആ ദൈവം അവിടെ നിന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ആ കൈ വിട്ടു കഴിഞ്ഞാൽ ആ താഴോട്ട് എത്താൻ മാത്രമുള്ള ദൂരം മാത്രമേ ആ മനുഷ്യനുണ്ടായിരുന്നുള്ളൂ. ഒരു കൈ വിട്ടു കഴിഞ്ഞാൽ, ആ കയറിന്റെ പിടുത്തം വിട്ടു കഴിഞ്ഞാൽ താഴെ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും പരിക്കുകളും ഇല്ലാതെ എത്താൻ മാത്രമുള്ള ദൂരം മാത്രമേ അയാൾക്ക് ഇനി താഴേക്ക് സഞ്ചരിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ രാത്രിയാണ്, ഇരുട്ടാണ്, ഒന്നും താഴേക്ക് കാണുന്നില്ല. ആ മനുഷ്യൻ കൈവിട്ടില്ല. ഇതേപോലെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ റബ്ബാണ് പറയുന്നതെങ്കിൽ പോലും നമ്മളൊക്കെ ആദികളും വേവലാദികളും പ്രയാസങ്ങളും പടച്ച റബ്ബിന്റെ മുൻപിൽ പറയുമ്പോൾ അത് റഹ്മാനായ റബ്ബ് അതിനുള്ള പരിഹാരം പറഞ്ഞു തരുമ്പോ അത് അംഗീകരിക്കാനും സ്വീകരിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്, വലിയ പ്രയാസമാണ് നമുക്ക്. റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിന് എവിടെയോ ചില തകരാറുകളും അപാകതകളും സംഭവിച്ചു പോയിരിക്കുന്നു. ഏത് വലിയ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാൻ എന്തേ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയാതെ പോകുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം കുടുംബത്തിൽ നിന്ന് ആദർശ പ്രബോധനം നടത്തി അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടുകാരോട് ഈ പ്രബോധന ദൗത്യവുമായി മുന്നോട്ട് പോയപ്പോ അവിടുന്ന് പുറത്താക്കപ്പെടുകയാണ്. അവസാനം വലിയൊരു തീക്കുണ്ടാരം ഒരുക്കി ആ തീക്കുണ്ടാരത്തിലേക്ക് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോവുകയാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വല്ലാത്തൊരു വർത്തമാനമുണ്ട്. ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്നാ പറഞ്ഞത്. റഹ്മാനായ റബ്ബുണ്ട് എന്റെ കൂടെ എന്നാ പറഞ്ഞത്. ആ റബ്ബാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനായത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറയിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വിശ്വാസാണ്, വിശ്വാസത്തിന്റെ ഉറപ്പാണ്. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് പോവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ഉറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ മനസ്സിന് സാധിക്കുമ്പോഴാണ് റബ്ബിന്റെ സഹായം നമുക്ക് ഉണ്ടാവുക. ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ പടച്ച റബ്ബ് ആ തീയോട് പറയാണ്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ആ തീയെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ വർത്തമാനം തീയോട്, തീയെ നീ സമാധാനവും സന്തോഷവുമായി മാറണം കേട്ടോ, സമാധാനവും തണുപ്പും സന്തോഷവുമായി ഇബ്രാഹിമിന്റെ മേൽ മാറണം കേട്ടോ എന്ന് പടച്ച റബ്ബിന്റെ വർത്തമാനമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലുള്ള വിശ്വാസത്തെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് ശരി തന്നെയാണ്. അതിന്റെ അവസാനം റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം നമ്മളെ തേടിയെത്തും. അത് ഇന്നല്ലെങ്കിൽ, ഇവിടെയല്ലെങ്കിൽ, ഈ ദുനിയാവിലല്ലെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ പരലോകത്ത് അത് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് പരീക്ഷണങ്ങളെ അതിജയിക്കാൻ കഴിയുക, അവിടെയാണ് പ്രയാസങ്ങൾ അതിജീവിക്കാൻ കഴിയുക. ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോ, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോ നമ്മളൊക്കെ പറഞ്ഞു പോവാറില്ലേ, പടച്ചോൻ എന്തിനാ എന്നോട് മാത്രം അങ്ങനെ ചെയ്യുന്നത് എന്ന്.
എന്തിനാ റബ്ബ് എന്നോട് മാത്രം അങ്ങനെ ചെയ്യുന്നത്? ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ, ഇബാദത്തുകൾക്കൊന്നും യാതൊരു മുടക്കവും വരുത്തുന്നില്ലല്ലോ, എന്തിനാണ് റബ്ബ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചു പോകുന്ന മനസ്സുകളാണ് പലരും. അങ്ങനെ വിചാരിച്ചു പോവാറുണ്ട്, അങ്ങനെ കരുതി പോവാറുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പരീക്ഷണങ്ങളെ അതിജയിക്കാൻ, ക്ഷമാപൂർവം അതിജയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അള്ളാഹുവിന്റെ പരലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഫലമാണ്. മാത്രമല്ല, പരീക്ഷണങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ പരലോകം നേടാൻ നിങ്ങൾ കരുതിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യരെ ഓർമ്മപ്പെടുന്ന ഒരു കാര്യമാണത്. അള്ളാഹു ചോദിക്കണം, ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോന്ന്. മനുഷ്യരോട് ചോദിക്കാം, നമ്മളോട് ചോദിക്കാം, സ്വർഗത്തിലേക്ക് കയറാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതിനുശേഷം പറയുന്നത്, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുൻപുള്ള ആളുകൾക്ക് കഴിഞ്ഞുപോയതുപോലെയുള്ള വലിയ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടല്ലാതെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. വലിയ പ്രയാസങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും അവരെ ബാധിക്കുകയാണ്, പ്രകമ്പനം കൊള്ളിക്കുകയാണ്. അതിനൊക്കെ ശേഷം ആ പ്രവാചകനും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ച ആളുകളും മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് പ്രവാചകരെ, എപ്പോഴാണ് ഇതിൽ നിന്ന് രക്ഷ ഉണ്ടാവുക, എപ്പോഴാണ് അള്ളാന്റെ സഹായം ഉണ്ടാവുക എന്ന് ചോദിക്കുമാറ് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക നിങ്ങൾ. 25ഓളം പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് കേവലം ചില പ്രവാചകന്മാർക്ക് മാത്രമേ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ചരിത്രം പറഞ്ഞെടുത്ത് അനുഗ്രഹങ്ങളും സമ്പത്തും മറ്റുള്ള പദവികളും കൊടുത്തിട്ടുള്ളൂ. മറ്റുള്ള പ്രവാചകന്മാരൊക്കെയും വലിയ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നവരാ. വിശപ്പും സാമ്പത്തിക നഷ്ടവും അഭിമാന നഷ്ടവും അങ്ങനെ മനുഷ്യൻ അനുഭവിക്കാൻ കഴിയാത്തതിന്റെ അപ്പുറത്ത് പരീക്ഷണങ്ങൾ അനുഭവിച്ച് സഹിച്ച് കടന്നു വന്ന പ്രവാചകന്മാരുടെ ചരിത്രം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ പരീക്ഷണങ്ങളുടെ 100-1 പോലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല നമുക്ക്. എന്നിട്ടും നമ്മൾ പറയാണ്, പടച്ചോൻ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. എന്നിട്ടും ദുനിയാവിനോട് അടങ്ങാത്ത ആസക്തി കൊണ്ട്, അടങ്ങാത്ത ഭ്രമം കൊണ്ട് നമ്മൾ പറയാണ്, ഈ പരീക്ഷണങ്ങളൊന്നും താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, അതൊന്നും അംഗീകരിക്കാതെ, ആ പരീക്ഷണങ്ങളെ അതിജയിക്കാൻ കഴിയാതെ സ്വർഗത്തിന്റെ പടിവാതിൽ കയറാമെന്ന്, ചവിട്ടിക്കടക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്. കുറച്ചൊക്കെ പട്ടിണി ഉണ്ടാവും, കുറച്ചൊക്കെ വിശപ്പുണ്ടാവും, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അനുഭവിക്കേണ്ടി വരും നമ്മൾ അതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാഹു പറയാണ്, കുറച്ചൊക്കെ പട്ടിണി ഉണ്ടാവും നിങ്ങൾക്ക്, ഭയം, വിശപ്പ്, സ്വത്തുക്കളിലും ദേഹങ്ങളിലും അതുപോലെ തന്നെ ഫലങ്ങളിലുമുള്ള നഷ്ടം, അതുപോലെ പരീക്ഷണങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്കുണ്ടാവും. ഈ പരീക്ഷണങ്ങളെ എല്ലാം ക്ഷമയോടുകൂടെ മറികടക്കാൻ കഴിയുന്നവർക്ക് വബശ്ശിരിസ് സ്വാബിരീൻ, അങ്ങനെ മറികടക്കാൻ കഴിയുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസം കൊണ്ട് പരീക്ഷണങ്ങളെ അതിജയിക്കാൻ കഴിയണം എന്ന് തന്നെയാണ്. അതിന് സാധിക്കണം നമുക്ക്. നമ്മുടെ വിശ്വാസം അങ്ങനെ മുറുകെ പിടിക്കാൻ കഴിയണം. അവർക്ക് മാത്രമേ ദുനിയാവിൽ നന്മകളിലേക്ക് അടുക്കാൻ കഴിയുള്ളൂ. അവർക്ക് മാത്രമേ തിന്മകളോട് നോ പറയാൻ കഴിയുള്ളൂ. ഈ ദുനിയാവില് പലതരത്തിലുള്ള സാഹചര്യങ്ങളും ജീവിക്കുന്നവരാ നമ്മള്. നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കിടയില്, നമ്മുടെ അയൽപക്കങ്ങൾക്കിടയില്, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ള സകലമാന മേഖലകളിലും നന്മകളിൽ നിന്ന് മാറി തിന്മകളിലേക്ക് പ്രലോഭിപ്പിക്കുന്ന, അതിനുവേണ്ടി നമ്മളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹമാണ് നമ്മുടേത്. അങ്ങനെ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാവും. ആ പ്രലോഭനങ്ങളിൽ ചെന്നു വീഴാതെ റഹ്മാനായ റബ്ബ് ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എന്റെ സകലമാന പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹുവിന്റെ പരലോകത്തിന്റെ വിജയമാണ് മുന്നിലുണ്ടാവുക. ആ തിന്മകളോട് നോ പറയണമെങ്കിൽ, നന്മകളിലേക്ക് ചാഞ്ചാടുന്ന ഒരു മനസ്സ്, നന്മകളിലേക്ക് ചായ്ന്നു പോകുന്ന ഒരു മനസ്സ് അയാൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ വിശ്വാസത്തെ ഉറപ്പിക്കാൻ കഴിയണം. തൗഹീദ് മാത്രം പോരാ. അവിടെ തൗഹീദ് മാത്രം പോരാ, ആ വിശ്വാസത്തെ ഉറപ്പിക്കുമ്പോഴാണ് നന്മകളിലേക്ക് ചാഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കുക, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കുക. അതൊരു അണുവിന്റെ തൂക്കമാണെങ്കിൽ പോലും ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഈ പറഞ്ഞ വിശ്വാസം നമുക്ക് ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സാധാരണ രീതിയിൽ
കടകളിൽ നിന്ന് സാധനം വാങ്ങുന്ന സമയത്ത്, ഒരു ഉദാഹരണം പറയാം, കടകളിൽ നിന്ന് സാധനം വാങ്ങുന്ന സമയത്ത് ഇപ്പൊ ചേഞ്ച് ഇല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ചില്ലറ ബാക്കി തരാനില്ല എന്ന് പറയും. ചില്ലറ ബാക്കി തരാനില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളത് പിന്നെ തരിട്ടോ എന്ന് പറയും കടക്കാരന്. നമ്മൾ സ്വാഭാവിക എന്നാ പിന്നെ തരട്ടോ എന്ന് പറയും. ചിലപ്പോൾ ഒരു 2 രൂപ അല്ലെങ്കിൽ ഒരു 3 രൂപ അല്ലെങ്കിൽ ഒരു 5 രൂപ ഒക്കെ നമ്മൾ തിരിച്ചു കൊടുക്കാനുണ്ടാവും. പ്രിയപ്പെട്ടവരെ, അത് കൊടുത്തു വിട്ടേണ്ടതല്ലേ? അത് കൊടുത്തു വിട്ടേണ്ടതല്ലേ? അങ്ങനെ എത്ര കടകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു 3 രൂപ തരാൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് തരട്ടോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പറയുന്ന 3 രൂപയും 4 രൂപയും 5 രൂപയും ചില്ലറകളാണ്. ആർക്കും വലിയ വിലയില്ലാത്ത ചില്ലറ തുട്ടുകളാണത്. പക്ഷെ ഞാൻ ഒരാളോട് അത് കൊടുക്കാമെന്ന് പറഞ്ഞ് കടബാധ്യതയാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ പറഞ്ഞ ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 രൂപയാണെങ്കിൽ പോലും കൊടുത്തു വീട്ടാനുള്ള ബാധ്യതകൾ കൊടുത്തു വീട്ടിയിട്ട് മാത്രമേ അയാൾ മറ്റുള്ള പണിക്ക് പോവുള്ളൂ. ഈ പറയുന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ വരേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി, അദ്ദേഹം എല്ലാ നമസ്കാരത്തിനും കൃത്യമായി പള്ളിയിൽ വരുന്ന ഒരു സഹാബിയാണ്. എല്ലാ നമസ്കാരവും കഴിഞ്ഞ് അതിനുശേഷമുള്ള ദിക്റുകളും അതുപോലെ തന്നെയുള്ള പ്രാർത്ഥനകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ വൈകിയാണ് പള്ളിയിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുക. കുറച്ച് ദിവസങ്ങളായി ആ സ്വഹാബി പള്ളിയിൽ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞ് വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സ്വഹാബി അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയത്? ഈ അടുത്തായിട്ട് കുറെ ആയി നീ ഇങ്ങനെ പള്ളിയിൽ നിന്ന് സുബഹി നമസ്കാരത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ടല്ലോ, എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ ആ സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, പ്രവാചകരെ, എന്റെ വീടിന്റെ തൊട്ടടുത്ത് പറമ്പിൽ ഒരു ഈന്തപ്പന വളർന്നു നിൽക്കുന്നുണ്ട്. ആ ഈത്തപ്പനയുടെ ഒരു ഭാഗം എന്റെ പറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ഈത്തപ്പനയിൽ നിന്ന് ഒരു ഈന്തപ്പഴം എന്റെ പറമ്പിലേക്ക് വീണ് ഞാൻ തിരിച്ചെത്തുന്നതിന് മുൻപ് എന്റെ മക്കളോ എന്റെ ഭാര്യയോ ആ ഈത്തപ്പഴം എങ്ങാനും കഴിച്ചു കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബിന്റെ മുൻപിൽ ഞാൻ അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച സ്വഹാബത്തിന്റെ പിൻഗാമികളാണ് നമ്മള്. ആ സ്വഹാബത്തിന്റെ പിൻഗാമികളാണ് നമ്മള്. ഒരു കാരക്ക ചീളുപോലും അന്യന്റേത് നമ്മുടെ ഭാഗമായി മാറാൻ പാടില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും പിൻഗാമികള്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഏത് തരത്തിൽ സൂക്ഷ്മത പാലിക്കണം? ഏത് തരത്തിൽ നമ്മളൊക്കെ സൂക്ഷ്മത പാലിക്കേണ്ടി വരും? അതുകൊണ്ട് നന്മ തിന്മകളെ കൃത്യമായി വേർതിരിച്ചു മനസ്സിലാക്കാനും തിന്മകളിലേക്ക് ചാഞ്ചാടി പോവാതെ നന്മയിലേക്ക് മുന്നേറാൻ സാധിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ വിശ്വാസം ജീവിതത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുമ്പോ ഈ ദുനിയാവിനോട് നമുക്ക് ചില മയപ്പെടലിൽ തോന്നും. ഈ ദുനിയാവിനോടുള്ള നമ്മുടെ സമീപനങ്ങളിൽ മഴപ്പാടുണ്ടാവും. അവിടെ നമുക്ക് ഈ ദുനിയാവിനോട്, ദുനിയാവിന്റെ താല്പര്യങ്ങളോട്, ദുനിയാവിന്റെ ചിന്തകളോട്, ദുനിയാവിന്റെ അടങ്ങാത്ത ഭ്രമത്തോട് നമുക്ക് ചില നമ്മുടെ താല്പര്യങ്ങൾ മാറ്റി നിർത്താനും ദുനിയാവിന്റെ താല്പര്യങ്ങൾക്കപ്പുറത്ത് പടച്ചറബിന്റെ പരലോകത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ദുനിയാവിനോട്, ദുനിയാവിന്റെ താല്പര്യങ്ങളോട് നോ പറയാൻ നമുക്ക് കഴിയും. അത് കൃത്യമായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചതാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം ഈ ദുനിയാവില്. ദുനിയാവിനോടുള്ള അടങ്ങാത്ത ഭ്രമത്തെ ഇല്ലാതാക്കാൻ, ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് പടച്ചറബിന്റെ താല്പര്യങ്ങളെയും പടച്ചറബിന്റെ പരലോകത്തിന്റെ സ്വർഗത്തെയും കാണാൻ കഴിയണമെങ്കിൽ ദുനിയാവിനോടുള്ള അടങ്ങാത്ത ഭ്രമത്തെ അവസാനിപ്പിക്കാൻ കഴിയണം. ദുനിയാവിനോടുള്ള നമ്മുടെ സമീപനത്തെ മയപ്പെടുത്താൻ കഴിയണം. അവിടെ നമുക്ക് ദുനിയാവിനോടുള്ള സമീപനത്തെ മയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വിശ്വാസത്തിലേക്ക് നമ്മൾ പോവേണ്ടി വരും. പക്ഷെ പലപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ദുനിയാവിനോടുള്ള അവന്റെ അടങ്ങാത്ത ആസക്തിയെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയാണ്, ദുനിയാവിനെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ, ദുനിയാവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ഈ ദുനിയാവ് അന്നമൽ ഹയാത്തു ദുനിയാ ലഇബുൻ വലഹുവുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അജബൽ കുഫാര നബാതുഹു ثم يهيج مصفرا ثم يكون حطاما. പരിശുദ്ധ ഖുർആൻ സൂറത്തു ഹദീദിന്റെ 20-ാമത്തെ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ദുനിയാവിനെ കുറിച്ച്. ഇഅ്ലമു അന്നമൽ ഹയാത്തു ദുനിയാ, ഈ ദുനിയാവിനെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, നിങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന വിഭവമാണ് ദുനിയാവെന്ന് പഠിക്കുമ്പോ ആ ദുനിയാവ് എന്താണ് എന്ന് വീണ്ടും മറ്റൊരു സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇഅ്ലമു അന്നമൽ ഹയാത്തു ദുനിയാ, ദുനിയാവിനെ നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് അന്നമൽ ഹയാത്തു ദുനിയാ ലഇബുൻ വലഹുവൻ, അത് ലഇബാണ്, കളിയാണ് എന്ന്. കുറച്ചു കാലം മനുഷ്യന്മാര് കളിച്ചു നടക്കും ഈ ദുനിയാവില്. കുറച്ചു കാലം അതാണ് മനുഷ്യന് കളിയാണ് ഈ ദുനിയാവില്. വലഹുവൻ, പിന്നെ കുറച്ചൊക്കെ അലങ്കാരമാണ് ഇവിടെ.
കുറച്ചൊക്കെ വിനോദങ്ങളാണ്. വസീനത്തുൻ, പിന്നെ കുറച്ചൊക്കെ അലങ്കാരങ്ങളാണ്. വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, പിന്നെ കുറച്ചൊക്കെ സമ്പത്തിലും മക്കളുടെ കാര്യത്തിലൊക്കെ പൊങ്ങച്ചം കാണിക്കലാണ്. കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു. എന്നിട്ട് ആ ദുനിയാവിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു ഉദാഹരണം കൂടെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ജീവിതത്തിലുള്ളതല്ലേ? ദുനിയാവിനെ അങ്ങനെ ജീവിച്ചു തീർക്കുന്ന എത്ര മനുഷ്യരുണ്ട് നമുക്കിടയിൽ? കളികളും വിനോദങ്ങളും അലങ്കാരങ്ങളുമായി ജീവിതത്തിന്റെ ഓരോ പോയിന്റുകൾ നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. ആ അന്വേഷണത്തിന്റെ ഒടുവിൽ നമുക്ക് മനസ്സിലാവുക, ഇത്രയും കാലം ഈ ദുനിയാവിൽ ജീവിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. കുറച്ചൊക്കെ ഞാൻ കളിച്ചു നടന്നു, കുറച്ചൊക്കെ ഞാൻ അലങ്കാരമാക്കി നടന്നു, കുറച്ചൊക്കെ ഞാൻ വിനോദങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ അവസാനം മരിക്കുന്ന സമയത്ത് ഒന്നും കയ്യിലൊന്നുമില്ലാതെ പടച്ചറബിന്റെ പരലോകത്തേക്ക് മടങ്ങി പോവേണ്ടി വരുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് മനോഹരമായ ഒരു ഉദാഹരണം കൂടെ അവിടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ. അവിടെ വൈസ് എന്ന് പറയുന്ന പദം മഴയെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു കർഷകന് മഴ ലഭിച്ച് അതിൽ നിന്ന് ധാന്യങ്ങൾ ഉണ്ടായി, അതിൽ നിന്ന് വിത്തുമുളച്ച് അവന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നു പടച്ചറബ്. പിന്നീടത് ഒരു മഞ്ഞ നിറം പൂണ്ടതായി നിനക്ക് കാണാമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അവിടെ വൈസ് എന്ന് പറയുന്ന പദത്തെ കുറിച്ച് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായ ഇടവിട്ട വേളകളിൽ അവർക്ക് ലഭിക്കുന്ന മഴയാണ് എന്നാണ്. കർഷകർക്ക് ഇടവിട്ട വേളകളിൽ കിട്ടുന്ന മഴയെ കുറിച്ചാണ് വൈസ് എന്ന് പറഞ്ഞത്. 6ഓളം പര്യായ പദങ്ങൾ മഴയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ വൈസ് എന്ന് പറയുന്ന പദമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ കാരണം, ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൃഷി ഏറ്റവും ഫലഭൂയിഷ്ടമായ രൂപത്തിൽ വളർന്നു വരാൻ സാഹചര്യം ഒരുക്കുന്ന ഇടപെട്ട വേളകളിലുള്ള മഴയെ അള്ളാഹു അവർക്ക് നൽകി, ആ കർഷകന് നൽകി. എന്നിട്ട് അവസാനം അത് വിളവെടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. എല്ലാം നൽകിയിട്ടും അതിൽ നിന്ന് വിളവെടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു കർഷകന്റെ വേദനാജനകമായ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അതേപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആദ്യം പറഞ്ഞ ആ ഭാഗത്തേക്ക് പോവാണ്. 10-60 കൊല്ലക്കാലം ഈ ദുനിയാവിൽ ജീവിക്കാൻ അവസരം ലഭിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിന്റെ പലതും നിങ്ങൾക്ക് ആശ്ചര്യങ്ങളായിട്ട് തോന്നും. നേരത്തെ കർഷകനെ കുറിച്ച് പറഞ്ഞിടത്തോളം പറഞ്ഞതുപോലെ അവർക്ക് ആ മഴയിലൂടെ ലഭിച്ച ധാന്യങ്ങൾ, ആ മഴയിലൂടെ ലഭിച്ചിട്ടുള്ള ആ കൃഷി അയാൾ ആശ്ചര്യപ്പെടുത്തിയതുപോലെ ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ ആശ്ചര്യപ്പെടുത്തുന്ന, അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടാവും നമ്മുടെ മുൻപില്. പക്ഷെ അതിനെയെല്ലാം വകഞ്ഞു മാറ്റി ദുനിയാവിനപ്പുറത്തേക്കുള്ള പരലോകത്തിലേക്ക് ഈ ദുനിയാവിന്റെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ദുനിയാവിനെ നിങ്ങൾ സമീപിക്കേണ്ടത് എന്ന്. പക്ഷെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് പ്രഭാഷണങ്ങളുടെ കുറവൊന്നുമില്ലല്ലോ. പ്രസംഗങ്ങളുടെ കുറവാണോ? ഉപദേശങ്ങളുടെ കുറവാണോ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഈ ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി കൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാ മനുഷ്യന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, വസ്ത്രത്തിന്റെ കാര്യത്തില്, കല്യാണങ്ങള്, അങ്ങനെ മാമാങ്കങ്ങളായി വലിയ വലിയ ആഘോഷത്തിന്റെയും ആർഭാടത്തിന്റെയും അവസരങ്ങളായി കല്യാണങ്ങളും സൽക്കാരങ്ങളും പരിപാടികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഭക്ഷണം വല്ലാതെ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ അള്ളാഹുവിന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളകളായി, സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമായി ഇത്തരത്തിലുള്ള പരിപാടികളും മാമാങ്കങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ മറന്നുപോകുന്ന ഒരു കൗമായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. വളരെ വേദനാജനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന, ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഉമ്മത്തിന്റെ അനുഭാവികളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. ഭക്ഷണത്തിന്റെ കാര്യത്തിലും വസ്ത്രത്തിന്റെ കാര്യത്തിലും ഒക്കെ ആർഭാടം കാണിക്കുക, ദൂർത്ത് കാണിക്കുക എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിലാണെന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്, വളരെ പ്രയാസകരമായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, പ്രിയപ്പെട്ടവർ, ഇതൊന്നും ലഭിക്കാത്ത ഒരുപാട് ജന്മങ്ങൾ ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ നമുക്ക് വിശപ്പിന്, നമുക്ക് ധരിക്കാനുള്ള വസ്ത്രം കിട്ടുന്നുണ്ടല്ലോ, ഇഷ്ടമുള്ള വസ്ത്രം, ഇഷ്ടമുള്ള ഭക്ഷണം, ജീവിക്കാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ പടച്ചറബ്. പക്ഷെ ഇതൊന്നും ലഭിക്കാത്ത ഒരു സമൂഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഈ ദുനിയാവിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ വില എത്രയാണ് നമുക്ക് മനസ്സിലാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. മദീനയുടെ തെരുവോരങ്ങളിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. കാരണം വിശപ്പാണ്. അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്ത വിശപ്പുണ്ടായപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി നടന്നു. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴാണ്
അദ്ദേഹത്തിന്റെ കളിക്കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. രണ്ടുപേരും വിശപ്പ് കാരണം പുറത്തിറങ്ങിയതാ. കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഇവർ രണ്ടുപേരും. അപ്പോഴാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. മൂന്നാളും പുറത്തിറങ്ങാനുണ്ടായ കാരണം വിശപ്പാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ 3 പേർ, മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനുശേഷം വന്ന ഖുലഫാഉർ റാഷിദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, അവര് 3 പേരും ഇസ്ലാമിക ലോകത്തിന്റെ ഭരണമുള്ള ആളുകൾ. അവര് 3 പേരും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ അബൂ അയ്യൂബിൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബി അവരെ കണ്ട് അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു, ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, നിങ്ങൾ എന്തിനായി കരയുന്നത്? നിങ്ങൾക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണം കിട്ടിയിട്ടില്ലേ? നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോ, നിങ്ങൾ വിചാരിച്ചപ്പോ ആ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പടച്ചിറപ്പ് നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ല പ്രവാചകരെ, പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് അവതരിപ്പിച്ച ഒരു ആയത്തുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിൽ കോറിയിടേണ്ട വാക്കാണത്. ഭക്ഷണം അവനാവശ്യമായി വേസ്റ്റ് ആക്കുമ്പോ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അതിന് സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പടച്ചിറപ്പിന്റെ താല്പര്യമില്ലാത്ത വസ്ത്രം ധരിക്കുമ്പോ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ദുനിയാവിന്റെ ജീവിതത്തെ വല്ലാതെ ആഗ്രഹിക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ട ഒരു വാക്ക് പടച്ചിറപ്പ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്താണ്. പ്രവാചകരെ, നിങ്ങൾ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണം ഉണ്ടല്ലോ, ഏത് നിങ്ങൾക്ക് വിശന്ന സമയത്ത് റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് നൽകിയ ഈ ഭക്ഷണം, ആ ഭക്ഷണത്തിന്റെ പേരിൽ നാളെ പടച്ച റബ്ബിന്റെ മുൻപിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും കേട്ടോ എന്നാണ്. എത്ര ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ധരിക്കുന്ന ഓരോ വസ്ത്രത്തിനെ കുറിച്ചും ആലോചന ഉണ്ടാവണം. നമ്മൾ കഴിക്കുന്ന ഓരോ വറ്റിനെ കുറിച്ചും ഓരോ അരിമണിയെ കുറിച്ചും ആലോചന ഉണ്ടാവണം. റബ്ബെനിക്കിത് തന്നല്ലോ, അത് തരാത്ത ഒരുപാട് ആളുകൾ, കുഞ്ഞുങ്ങൾ ഇന്നും ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങൾ കടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന, പട്ടിണി കിടക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ നമ്മുടെ മുൻപിൽ അതിന്റെ സാഹചര്യങ്ങളും അതിനുവേണ്ട സാമ്പത്തിക സ്ഥിതിയും പടച്ചിറപ്പ് നമുക്ക് നൽകിയപ്പോ, ഇതൊന്നും നൽകാത്ത അവരെയും എന്നെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ മുൻപിൽ എന്തു മറുപടിയാ എനിക്ക് പറയാനുണ്ടാവുക? അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഫലസ്തീനിലുള്ള കുഞ്ഞുങ്ങൾ, അവിടെയുള്ള ആളുകൾ നോമ്പ് തുറക്കുന്നത് കണ്ടോ? നിങ്ങൾ നോക്കൂ, കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തകർന്നു പോയ ഒരുപാട് സ്വപ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അവർ നോമ്പ് തുറക്കുകയാണ്. എന്തൊരു മനോഹരമായ കാഴ്ചയാണത്. അവരുടെ വിശ്വാസത്തിന്റെ മേഖലയിൽ നിന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഭൗതികമായ സാഹചര്യങ്ങളിൽ നിന്നാണെങ്കിൽ വളരെ വിഷമുണ്ടാക്കുന്ന കാര്യമാണത്. കാരണം അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞിരിക്കണം. അവിടെ പോലും റഹ്മാനായ റബ്ബിനെ മുന്നിൽ കണ്ടുകൊണ്ട്, ആ റബ്ബിന്റെ പരലോകത്തെ കണ്ടുകൊണ്ട് നോമ്പ് തുറക്കുന്ന വിശ്വാസി സമൂഹത്തെ അവിടെ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടത്, ആ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടത്. അതിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മാറി മാറി വരുന്ന റമദാനുകൾ കൊണ്ട് കാര്യമില്ല. ദിവസവും എത്ര തവണ നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. വെറും നമസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ മറ്റുള്ള ഇബാദത്തുകൾ കൊണ്ടോ സ്വർഗം നേടിയെടുക്കാമെന്ന് നിങ്ങൾ കരുതി പോയിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ് പ്രിയപ്പെട്ടവരെ, കഴിയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഹദീസ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കമിൻ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലാഹ് വകമിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. ആലോചിച്ചു നിങ്ങൾ, എത്ര നോമ്പുകാരാണ്, അവർക്ക് വിശപ്പല്ലാതെ ബാക്കിയാവുന്ന എത്ര നോമ്പുകാരാണുള്ളത്. നിദ്രാ നഷ്ടമല്ലാതെ ഒന്നും ബാക്കിയാവാത്ത എത്ര നമസ്കാരക്കാരാണുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാര്യത്തിൽ, അങ്ങനെ ഒരു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ കഴിയുക, ഈ ദുനിയാവിനെ കൃത്യമായി മനസ്സിലാക്കുക. ദുനിയാവിനെ പഠിക്കുമ്പോഴാണ്, മനസ്സിലാക്കുമ്പോഴാണ് റബ്ബിന്റെ പരലോകത്ത് വിജയം നേടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബേ, ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ വന്നുപോയവരാണ് റബ്ബേ. അതെല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ.
പടച്ചറബേ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്തിന്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുവഹ്ഹിദീങ്ങളുടെ കൂട്ടത്തിൽ റബ്ബേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റഹ്മാനായ റബ്ബേ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പടച്ചറബേ, സ്വായിമീങ്ങളുടെ കൂട്ടത്തിൽ പടച്ചറബേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പടച്ചറബേ, നാളെയുടെ ഖബറിന്റെ 6 അടി മണ്ണിൽ നിന്റെ മലക്കുകളുടെ ചോദ്യശരങ്ങൾക്ക് മുൻപിൽ എളുപ്പത്തിൽ മറുപടി പറയാൻ കഴിയുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ റബ്ബേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പടച്ചറബേ, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും കടിച്ചമർത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. പടച്ചറബേ, അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك أنت الغفور الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.